ഇപ്പോൾ യുകെയിൽ കർശന ഇമിഗ്രേഷൻ നിയമങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ യുകെയിൽ സംഭവിക്കുന്നത്? ഈ ഒരു നിയമത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടോ? ഇന്ന് നമ്മോട് പോണത് സ്വരൂപാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ കഴിഞ്ഞ ലോക്കൽ ഇലക്ഷനിൽ മത്സരിച്ച വ്യക്തി കൂടിയാണ് സ്വരൂപ്. രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റിനെ വളരെയധികം പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണിത്. ഇനി ഫ്യൂച്ചറിൽ ഈ നിയമങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയുണ്ടോ? ഇക്കഴിഞ്ഞ കൗണ്ടി കൗൺസിൽ ഇലക്ഷന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ കഴിഞ്ഞത് കാരണം എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. യുകെയുടെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കൗണ്ടി കൗൺസിൽ ഇലക്ഷനിൽ റീഫോം പാർട്ടി, അതൊരു പുതിയൊരു പാർട്ടിയാണ്, കഴിഞ്ഞ ജനറൽ ഇലക്ഷനിൽ രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. പിടിച്ചടക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നിലവിലുണ്ടായത്. അപ്പോൾ നിലവിലത്തെ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടി ആയാലും ലേബർ പാർട്ടി ആയാലും അവരുടെ ഒരു കാൻഡിഡേറ്റിനും വേണ്ടത്ര രീതിയിലുള്ള വോട്ട് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ ലേബർ പാർട്ടി അവരുടെ വളരെ താഴ്ന്ന രീതിയിലുള്ള വോട്ട് ശതമാനമാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തില് പൊളിറ്റിക്കൽ ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൗണ്ടി കൗൺസിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ഇറങ്ങുവാനുണ്ടായ സാഹചര്യം ഇനി വരുന്ന 2028, 2029 ജനറൽ ഇലക്ഷനിലും റീഫോം പാർട്ടി തന്നെ കൂടുതൽ വോട്ട് പിടിച്ച് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് കണ്ടുവരുന്നത്. നിലവിൽ അധികാരമുള്ള ലേബർ പാർട്ടിക്ക് പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് അവരുടെ മുന്നിലുള്ള ഒരേ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ മൈഗ്രേഷനിൽ തന്നെയാണ് അവര് റീഫോം പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൈഗ്രേഷൻ കൂടുതലാണ്, ലീഗൽ മൈഗ്രൻസിന്റെ കാര്യമായാലും ഇല്ലീഗൽ മൈഗ്രൻസിന്റെ കാര്യമായാലും വളരെ ബൃഹത്തായ രീതിയിലാണ് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം സംവിധാനങ്ങളിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ലേബർ പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ഒരു വൈറ്റ് പേപ്പർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലൊരു അപകടം നമ്മൾ കാണേണ്ടത് 2028, 2029 ആ ജനറൽ ഇലക്ഷനിൽ ഇലക്ഷന് മുന്നേ അവർ ഉറപ്പായിട്ടും ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ കണ്ടുവരുന്നത്. നിലവിലുള്ള ഹൈലി ടാലന്റഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സുമാർ, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള പ്രൊഫഷൻസിൽ അധികം ബാധിക്കാൻ സാധ്യത ഇല്ലെങ്കിലും ഇത് ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ ബാധിക്കുമെന്ന് നമ്മളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒരു തീരുമാനം ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ജനറൽ ഇലക്ഷന് മുന്നേ എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് ലേബർ പാർട്ടി കടക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്, പൊളിറ്റിക്കൽ ഡിസിഷനാണ്, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇലക്ഷൻ കഴിയുന്നതിന്റെ അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് വരുന്നത്. എൻ്റെ ഈ കഴിഞ്ഞ രാഷ്ട്രീയ അനുഭവ പരിചയം വെച്ചിട്ട് നിലവിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, അടുത്ത ജനറൽ ഇലക്ഷനിൽ ഉറപ്പായിട്ടും റീഫോം പാർട്ടി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ PR 5 വർഷം എന്നുള്ളത് 10 വർഷത്തേക്കുള്ള ഒരു റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ട്. അത് നിലവിൽ വൈറ്റ് പേപ്പറിലാണെങ്കിലും അത് 5 വർഷത്തേക്ക് ഉള്ളത് 10 വർഷത്തേക്ക് ആക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് 10 വർഷത്തേക്ക് ആക്കും എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷേ അടുത്ത ജനറൽ ഇലക്ഷനിൽ റീഫോം പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ PR എന്നുള്ളൊരു സംവിധാനം തന്നെ ഇനി എത്ര നാൾ ഉണ്ടാകും എന്നൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ട് PR എന്നുള്ളൊരു സംവിധാനം തന്നെ നിർത്തലാക്കാനുള്ള സാധ്യതയാണ് എല്ലായിടത്തും കാണുന്നത്. അതുപോലെ തന്നെ പുറമേയുള്ള രാജ്യത്തു നിന്നുള്ളവർക്ക് ഇവിടെ വരാം, ജോലി ചെയ്യാം, അവർക്ക് തിരിച്ചു പോകാം എന്നൊരു സംവിധാനത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ ഇത്തരം പ്രചരണങ്ങളും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസും ഈ പറഞ്ഞ റീഫോം പാർട്ടി നടത്തുന്നുണ്ട്. അതുമായിട്ട് അനുബന്ധമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കൗണ്ടി കൗൺസിൽ ഇലക്ഷനിൽ ഏകദേശം 75% വോട്ട് നേടിക്കൊണ്ട് ഒരു വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഭരണം പിടിച്ചെടുക്കാൻ അവർക്ക് അതിലൂടെ സാധിച്ചു. അതുപോലെ തന്നെ പ്രബല പാർട്ടികളായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും വോട്ടിംഗ് ശതമാനത്തിൽ നാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് താഴെ പോവുകയും അവർക്ക് പൊളിറ്റിക്കലി പല ഡിസിഷൻസ് എടുക്കേണ്ട നിലയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചതും ഈ ഒരു നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പോൾ നിലവിൽ ലേബർ പാർട്ടി ഇങ്ങനൊരു വൈറ്റ് പേപ്പർ ഇറക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കൗണ്ടി കൗൺസിൽ ഇലക്ഷനിലെ ദയനീയ പരാജയം, അതുപോലെ തന്നെ റീഫോം പാർട്ടിയുടെ അപ്രമാദിത്വമാണ്. റീഫോം പാർട്ടി ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഇത്തരം ചേഞ്ചസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യവ്യാപകമായിട്ട് അവർ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രബല പാർട്ടികളും, അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടി ആയിക്കോട്ടെ അതുപോലെ തന്നെ ലേബർ പാർട്ടി ആയിക്കോട്ടെ, വളരെ വോട്ട് ശതമാനം കുറയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന ഒരു നിലയിലേക്ക് ഈ ലേബർ പാർട്ടി എത്തിച്ചേർന്നതും
അവർ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവരാനും ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ചസിലേക്ക് കടക്കുവാനും കാരണം ഇപ്പോൾ കഴിഞ്ഞ വൈറ്റ് പേപ്പർ ഡിസ്കഷനിലും അതുപോലെ തന്നെ പബ്ലിക് കൺസൾട്ടേഷനും കഴിഞ്ഞ് ഒരു നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അവർ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവർക്കത് ചെയ്യുന്നതിന് 99% സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് വരുന്ന റീഫോം പാർട്ടി ഏതൊക്കെ തരത്തിലുള്ള PR-ഉമായിട്ട് ബന്ധപ്പെട്ടും ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും എന്ന് നമ്മൾ കരുതി തന്നെ ഇരിക്കണം. നിലവിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെക്സിറ്റിനോട് അനുബന്ധമായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആൾക്കാർ വരവ് കുറഞ്ഞു, ആരും വരണ്ട എന്നുള്ള തീരുമാനത്തിന്റെ ബേസിക്കിലാണ് ഈ ബ്രെക്സിറ്റ് എന്നൊരു സംവിധാനം വരുന്നത്. ബ്രെക്സിറ്റ് വന്ന് കുടിയേറ്റം കുറഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് പൊടുന്നനെ കോവിഡ് മഹാമാരി വന്ന് ലോകമൊത്തം വ്യാപിക്കുന്നത്. അങ്ങനെ അനുബന്ധമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും സ്കിൽഡ് വർക്കേഴ്സിനെ, അതുപോലെ തന്നെ NHSന്റെ സ്റ്റാഫ് ഷോർട്ടേജ് രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് NHSലേക്കും കെയർ മേഖലയിലേക്കും ധാരാളം സ്കിൽഡ് വർക്കേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു. അതിന്റെ പരിണിതഫലമായിട്ട് ലക്ഷക്കണക്കിന് നഴ്സുമാരും അതുപോലെ തന്നെ കെയർമാരും പല രാജ്യങ്ങളിൽ നിന്ന് UK കുടിയേറി പാർത്തു. അപ്പോൾ ബേസിക്കലി അവർ നടപ്പിലാക്കിയ ബ്രെക്സിറ്റിന്റെ ഒരു വിപരീതമായിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെയും ഉണ്ടായത്. കുടിയേറ്റം പിന്നും ഒരുപാട് തരത്തിൽ വർദ്ധിച്ചു. അപ്പോൾ ഈ കുടിയേറ്റം വർദ്ധിക്കുന്നത് UK ഗവൺമെന്റിനെയും അതുപോലെ തന്നെ UK ആളുകളെയും ഒരേപോലെ തന്നെ പ്രതിസന്ധിയിലാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് കുടിയേറ്റം കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു വർഷത്തിനുള്ളിലാണ് ഈ റീഫോം പാർട്ടി എന്നൊരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതും. അതുപോലെ തന്നെ ഇലക്ഷനിലും പ്രചരണ വേളയിലും തന്നെ എല്ലാവരുടെയും ആവശ്യം കുടിയേറ്റം കുറയ്ക്കുക എന്നുള്ളതാണ്. ഏത് തരത്തിലും കുടിയേറ്റം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ലീഗൽ ഇമിഗ്രേഷൻ ആയിക്കോട്ടെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള കുടിയേറ്റവും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുമായിട്ട് അനുബന്ധമായിട്ട് വന്ന റീഫോം പാർട്ടി കുതിച്ച് അവരുടെ ഗ്രാഫ് വളരെ കുത്തനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജനറൽ ഇലക്ഷനിൽ ഏകദേശം പകുതിയോളം കൺസർവേറ്റീവ് വോട്ട് പിടിച്ചെടുത്തു. അവരുടെ മുന്നിലുള്ള ഒരേ ഒരു അജണ്ട ഇമിഗ്രേഷൻ തന്നെയാണ്. ആന്റി ഇമിഗ്രേഷൻ നിയമങ്ങളിലേക്കും കർശനമാക്കുക എന്നുള്ള ആൾക്കാരുടെ ബേസിക്കലി സപ്പോർട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ 2028-29 ഉറപ്പായിട്ടും റീഫോമിന്റെ കൈകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ബേസിക്കലി അത്തരം ഒരു രീതിയിലേക്ക് പോകുമ്പോൾ പല പാർട്ടികളും പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതിനോടനുബന്ധമായിട്ടാണ് ലേബർ പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. നഴ്സുമാർക്കും അതുപോലെ തന്നെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അപ്പൊ ഇതുപോലുള്ള ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾ അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനേ സാധ്യതയുള്ളൂ. മാത്രമല്ല NHSലെ വർക്ക് ചെയ്യുന്ന RCNന്റെ ഒരു ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. 40% നഴ്സുമാരും ഇതിൽ സംതൃപ്തരല്ല. അവർ രാജ്യം വിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ രാജ്യം വിട്ടാൽ NHS വീണ്ടും താളം തെറ്റും. അപ്പോൾ NHSലും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് നിന്ന് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ആയെങ്കിൽ കൂടിയും ഇനി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം തീർത്ത് പറയാം, 2028 ജനറൽ ഇലക്ഷന് മുന്നേ ഉറപ്പായിട്ടും സുപ്രധാനമായിട്ടുള്ള പല ഇമിഗ്രേഷൻ നിയമങ്ങളിലും മാറ്റമുണ്ടാവും. റീഫോം പാർട്ടി പിടിച്ചെടുക്കുന്നതിന് തടയിടാൻ വേണ്ടിയിട്ട് കൺസർവേറ്റീവ് പാർട്ടിയും അതുപോലെ തന്നെ ലേബർ പാർട്ടിയും അവർ മാക്സിമം ഈ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രചരണത്തിനും മുൻകൈ എടുക്കാനും സാധ്യതയുള്ളൂ. ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ നിന്ന് പല സ്കിൽഡ് വർക്കേഴ്സ് ജോലിയും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ 2020-21 കാലഘട്ടത്തിൽ കോവിഡുമായിട്ട് അനുബന്ധമായിട്ടുള്ള സമയത്ത് ഒരുപാട് പേരെ ജോലിക്ക് ആവശ്യമുണ്ടായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റും നിർത്തിയ സാഹചര്യത്തിൽ നഴ്സുമാരായാലും വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് UK വന്ന് ഒരു ജോലി കണ്ടെത്തുന്നത്. അവരുടെ സ്വന്തം ചെലവിൽ അവർ OSCE പോലുള്ള എക്സാം UK വന്ന് എഴുതിയതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ എടുത്ത് അവർ വരേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കാര്യങ്ങൾ. അതുപോലെ തന്നെ 2028 ശേഷം ഏത് രീതിയിലായിരിക്കും ഇത്തരം പ്രൊഫഷണൽസിനെ അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഉണ്ടാകുമോ എന്നുള്ള രീതി നമുക്ക് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. അത്ര ഈസി ആയിട്ടുള്ള ഒരു വർഷമായിരിക്കില്ല ഇമിഗ്രൻസിന്.